76ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. നാളെ രാവിലെ 8 മണിയോടെ ദില്ലിയിൽ ആഘോഷ ചടങ്ങുകൾ തുടങ്ങും. ഇന്ത്യ ഗേറ്റിലെ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിക്കുന്നതോടെയാണ് ആഘോഷ ചടങ്ങുകൾ ആരംഭിക്കുക. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷയിലാണ് ദില്ലി. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി പത്മ പുരസ്കാരങ്ങളും സൈനിക പോലീസ് മെഡലുകളും ഇന്ന് പ്രഖ്യാപിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോയാണ് ഇത്തവണ ഇന്ത്യയുടെ മുഖ്യ അതിഥി. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും പി ആർ സുനിൽ ചേരുന്നുണ്ട്. പി ആർ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് നീങ്ങുമ്പോൾ? അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് മുന്നോടിയായുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ദില്ലി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് രാജ്പഥിലാണ്, കർത്തവ്യപഥിലാണ്. ഈ കർത്തവ്യപഥിലൂടെയാണ് പ്രൗഢഗംഭീരമായ പരേഡ് കടന്നു പോവുക. ഇപ്പോൾ ഈ കർത്തവ്യപഥ് വെള്ളമൊഴിച്ചൊക്കെ കഴുകി വൃത്തിയാക്കിയിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഒരു നനവ് കാണാൻ കഴിയും. എനിക്ക് തൊട്ട് പുറകിലായി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വിജയ് ചൗക്കാണ്. ഈ വിജയ് ചൗക്കിൽ നിന്നാണ് പരേഡ്, അതുപോലെ ഫ്ലോട്ട് ഒക്കെ തന്നെ ആരംഭിക്കുക. പിന്നീട് ഇന്ത്യ ഗേറ്റ് വഴി ഈ പരേഡ് കടന്നു പോകും. ഏതായാലും രാജ്യം പ്രൗഢഗംഭീരമായ പരേഡിനും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ കാണാനുമൊക്കെ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ എന്തൊക്കെ വൈവിധ്യങ്ങളാണ് നിറച്ചിരിക്കുന്നത് എന്നറിയാൻ. ഏതായാലും അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് ഈ ഇത്തവണത്തെ റിപ്പബ്ലിക് ആഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ സായുധ സേനയുടെ പരേഡിനൊപ്പം ഇത്തവണ ഇന്തോനേഷ്യൻ സായുധ സേന കൂടി ഈ പരേഡിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. നിരവധി മുഖ്യ അതിഥികളെ ഈ പരേഡിലേക്ക് ഈ നാളത്തെ ആഘോഷ ചടങ്ങിലേക്ക് കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആശാ വർക്കർമാരെ, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, അങ്ങനെ ഉൾപ്പെടെ ഏതാണ്ട് 10,000-ലധികം അതിഥികളെയാണ് ഈ റിപ്പബ്ലിക് ആഘോഷ ചടങ്ങിലേക്ക് കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് കോഴിമല മന്നൻ എന്നറിയപ്പെടുന്ന ആദിവാസി രാജാവ് രാമൻ രാമാനുജനെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏക ആദിവാസി രാജാവാണ് രാമൻ രാമാനുജൻ. അങ്ങനെ വളരെ സെലക്റ്റീവായി ഒരുപാട് പേരെ ഈ ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങിന് സാക്ഷിയാകാനായി ക്ഷണിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇത്തവണ. ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ദില്ലിയിൽ ഒരുക്കിയിരിക്കുന്നത്. 15,000-ഓളം പോലീസാണ് ഈ ദില്ലിയിൽ ഈ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ നടക്കുമ്പോൾ സുരക്ഷ ഒരുക്കുന്നത്. ഇത്തവണ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളോടെയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നാളെ ഈ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങ് കാണാൻ വരുന്നവർക്ക് മെട്രോയിൽ സൗജന്യ യാത്രയും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ദില്ലിയിൽ ഒരുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ ഈ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ കാണാനായി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ വലിയ ഒരുക്കങ്ങളോടെ, വിപുലമായ ഒരുക്കങ്ങളോടെ ദില്ലി ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ രാവിലെ 8 മണിയോടെയാണ് റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ ആരംഭിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഇന്ത്യ ഗേറ്റിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെയാണ് ഈ ചടങ്ങുകൾ തുടങ്ങുക. ഓക്കെ, പി ആർ സുനിൽ, അവിടുന്ന് കാഴ്ചകളൊക്കെ കാട്ടിത്തരുമ്പോൾ അടുത്ത റിപ്പബ്ലിക് ദിനത്തിലെങ്കിലും അവിടേക്കൊന്ന് പോകണമെന്ന് ചില പ്രേക്ഷകർക്കെങ്കിലും ആഗ്രഹമുണ്ടാവും. തീർച്ചയായിട്ടും റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിലേക്ക് പങ്കെടുക്കാൻ നിങ്ങൾ എത്തുക. ഇനി ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രത്യേകത, ഇതിൽ കുറച്ചുകൂടി ആളുകൾക്ക് പങ്കെടുക്കാം. പക്ഷേ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ കുറച്ചുകൂടി റെസ്ട്രിക്റ്റഡ് ആണ്. എനിക്കൊന്ന് പി ആർ സുനിൽ, ഈ പൊതുജനങ്ങൾക്കൊരു താല്പര്യമുണ്ടാവും എങ്ങനെയാണ് ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ചടങ്ങിൽ കാണിയായി പങ്കെടുക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പരേഡിലും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലും പങ്കെടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ, അല്ലേ പി ആർ സുനിൽ? അരുൺ, സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കാറുള്ളത് ചെങ്കോട്ടയിലാണ്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തും. അവിടെ വളരെ സെലക്റ്റീവായ ആളുകൾക്ക് മാത്രമേ പങ്കെടുക്കാൻ അനുമതിയുള്ളൂ. കാരണം വളരെ ചെറിയൊരു സ്ഥലത്താണ് ഇന്ത്യ റെഡ് ഫോർട്ടിന് ചെങ്കോട്ടയ്ക്ക് തൊട്ട് മുൻപിലുള്ള കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ആളുകൾക്കൊക്കെ ഇരുന്ന് ആ ഒരു ചടങ്ങ് കാണാനൊക്കെയായി. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളൊക്കെ തന്നെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കും. അതേസമയം റിപ്പബ്ലിക് ദിനാഘോഷം എന്നത് ഏറ്റവും വലിയൊരു ആഘോഷമാണ്. രാജ്യം
വലിയൊരു ആഘോഷം നടത്തുകയാണ്. ഭരണഘടന നിലവിൽ വന്നതിൻ്റെയൊക്കെ തന്നെ വാർഷികം എന്ന നിലയിൽ വലിയൊരു ഓർമ്മ പുതുക്കലും വലിയൊരു ആഘോഷവുമാണ്. അപ്പോൾ ഇതിൽ രാജ്യത്തിൻ്റെ സൈനിക ശക്തി വിളിച്ചോതുന്നു, രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ ഈ ഒരു രാജ്പഥിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇത് കാണാനായി വളരെ ആളുകൾക്ക് ഈ റിപ്പബ്ലിക് ടിക്കറ്റുകൾ ഇവിടെ ലഭ്യമാണ്. ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുന്നോടിയായി ഒരു മാസം മുൻപേ തന്നെ ഇവിടുത്തെ പല കൗണ്ടറുകൾ വഴിയും ടിക്കറ്റുകൾ വിൽക്കും. ഓൺലൈൻ വഴി ടിക്കറ്റുകൾ എടുക്കാം. അപ്പോൾ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് ഈ ടിക്കറ്റുകൾ എടുക്കാവുന്നതാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ എല്ലാവർക്കും വന്ന് ഇവിടെയുള്ള ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് പല കാറ്റഗറി ഉണ്ട്. ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് ഈ റിപ്പബ്ലിക് ദിന പരേഡും അതുപോലെ തന്നെ ഫ്ലോട്ടുകളും ഒക്കെ തന്നെ കാണാൻ കഴിയും. ഏതായാലും ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ട ഒരു പരേഡായിരിക്കും ഇതിലൂടെ കടന്നു പോവുക. പിന്നീട് 47 യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കുന്ന ഫ്ലൈ പാസ്റ്റോടെയായിരിക്കും റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ സമാപിക്കുക. അങ്ങനെ നമുക്കെല്ലാവർക്കും അഭിമാനം തോന്നുന്ന നിമിഷമായിരിക്കും അത്. അങ്ങനെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നേരിട്ട് കാണുക എന്നത് എല്ലാവരുടെയും ഒരു വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ എല്ലാവരും കാണാൻ ശ്രമിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്ക് യു പി ആർ സുനിൽ. ഞങ്ങളിത് വെറുതെ പറഞ്ഞതല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പി ആർ സുനിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ അടുത്ത റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിങ്ങളും തയ്യാറായിക്കോളൂ. ഓൺലൈൻ വഴിയൊക്കെ ടിക്കറ്റൊക്കെ വാങ്ങാം. നേരത്തെയൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരള എക്സ്പ്രസ്സിലേക്ക് കയറി ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്ക് ഒന്ന് പങ്കെടുക്കാൻ, അതൊക്കെ ഒന്ന് കാണാനുള്ള ഒരവസരം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരം ആഘോഷങ്ങളും ഇത്തരം സംഭവങ്ങളും പരേഡുകളും ഒക്കെ നമ്മൾ കാണണം. നമ്മുടെ ദേശീയതയെ പ്രോജ്വലിപ്പിക്കുന്ന നിമിഷങ്ങളാണിതെല്ലാം. ഭരണഘടന നിലവിൽ വന്നതിൻ്റെ ഓർമ്മ ദിനം കൂടിയാണ്. നമ്മുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന ദിനമാണ്. ഒരുപാട് ഫ്ലോട്ടുകളും കലാരൂപങ്ങളും ഒക്കെ കടന്നു പോകും. ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം.